ഞാൻ പോകുന്ന റൂട്ടിൽ തൊട്ട് മുന്നിലായിട്ട് ഇതാ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. പ്രോബബിളി അതിപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കാനാണ് സാധ്യത. പറഞ്ഞ പോലെ തന്നെ മുന്നിൽ 2 കാറുകൾ നിർത്തിയിട്ടുണ്ട്, ഗേറ്റ് അടച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാറിൻ്റെ പിറകിൽ ഞാൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. എന്തായാലും ഗേറ്റ് ജസ്റ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ട്രെയിൻ വരാൻ കുറച്ച് സമയമെടുക്കും. വാഹനം ഓഫ് ചെയ്തിടുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല. എൻ്റെ വാഹനം നിർത്തി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചുറ്റും വാഹനങ്ങളായി. അതിപ്പം വാഹനങ്ങൾ വരാതിരിക്കുമോ? ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്, വാഹനങ്ങൾ വന്ന് നിൽക്കണം. പക്ഷേ ഇവിടെ വാഹനങ്ങൾ ക്യൂ പാലിച്ച് പിറകിലല്ല നിൽക്കുന്നത്. പ്രത്യേകിച്ച് ബൈക്കുകാർ, അവർ കംപ്ലീറ്റ് ആയിട്ടും റോഡ് കൈയടക്കിയിട്ടുണ്ട്. എന്തായാലും ഇറങ്ങി ഒന്ന് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിറകോട്ട് നോക്കിയപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായി. ഈ കാണുന്ന കാറുകാരെല്ലാം വളരെ കൃത്യമായി ക്യൂ പാലിച്ച് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. മുന്നോട്ട് കുറച്ച് പോയി നോക്കിയപ്പോൾ ഗേറ്റിൻ്റെ അപ്പുറത്തെ സൈഡും ബൈക്കുകൾ തന്നെയാണ് കൈയടക്കിയിരിക്കുന്നത്. അതുപോലെ എൻ്റെ വശത്തെ റോഡിൻ്റെ വലതുഭാഗത്തും ബൈക്കുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു റെയിൽവേ ഗേറ്റിൽ കൃത്യമായി ക്യൂ പാലിച്ച് നിൽക്കാൻ സാധിക്കാത്ത അത്രയും തിരക്കാണല്ലോ ഈ ജനങ്ങൾക്കെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയുക തന്നെ വേണം. കാരണം ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇവരെല്ലാം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇത് ഈ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇതുപോലുള്ള പല റെയിൽവേ ഗേറ്റിലും ഇതുപോലെയാണ് ഇരുചക്ര വാഹനങ്ങൾ നിരനിരയായി നിർത്തി ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. കൃത്യമായി ക്യൂ പാലിച്ച് നിന്നാൽ ട്രെയിൻ പോയ ശേഷം എല്ലാവർക്കും കടന്നു പോകാൻ സാധിക്കും. ഇവിടെ ക്യൂ പാലിച്ച് നിർത്തിയിട്ടിരിക്കുന്ന ഈ കാർ ഡ്രൈവർമാരുടെ പ്രവൃത്തി തീർച്ചയായും പ്രശംസനീയമാണ്. അവർക്ക് വേണമെങ്കിലും മുന്നോട്ട് കയറി വന്ന് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അവരത് ചെയ്തില്ല. ഗേറ്റ് തുറക്കേണ്ട മാത്രം എല്ലാവർക്കും പറന്നു പോകാനുള്ള വ്യഗ്രതയാണ്, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾക്ക്. വലതുവശത്തുള്ള ഈ പച്ച ഓട്ടോറിക്ഷ എന്നെ മുട്ടിയൊരുമാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാറിക്കൊടുക്കാതെ വേറെ തരമില്ല. നിവൃത്തിയില്ലാതെ ഞാൻ എൻ്റെ വാഹനം ഇടതുവശത്തേക്ക് മാറ്റിക്കൊടുത്തു. ഇരുചക്ര വാഹനങ്ങൾ റോഡ് നിറഞ്ഞു നിന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന ബ്ലോക്ക്. റോഡിലേക്ക് ഇറങ്ങും മുമ്പ് ക്ഷമ എന്ന സാധനം കൂടെ ഇവരെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു ട്രാഫിക് ബ്ലോക്കിൽ 2 വീലേഴ്സ് തീർച്ചയായിട്ടും കയറി പോകാറുണ്ട്. അതിന് ഞാനൊരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇത്തരമൊരു സ്ഥലത്ത് റോഡിൻ്റെ ഇരുഭാഗങ്ങളും കൈയടക്കി ഇതേപോലെ കുത്തിക്കയറി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾ കുറച്ചുപേർ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഇരുചക്ര വാഹനം ഓടിക്കുന്ന എല്ലാവർക്കുമാണ് അതിൻ്റെ പഴി കിട്ടുന്നത്. ഇത്രയൊക്കെ പറഞ്ഞാലും വളരെ കൃത്യമായി ക്യൂ പാലിക്കുന്ന മറ്റൊരു സ്ഥലമുണ്ട്. കൂടുതലും വൈകുന്നേരങ്ങളിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക. അവിടെ ജനങ്ങൾ വളരെ ക്ഷമയോടെ സന്തോഷത്തോടെ കാത്തു നിൽക്കുന്നു. ആരും അവിടെ ക്യൂ ഭേദിച്ച് മുന്നോട്ട് പോകുന്നില്ല. കാരണം ഇതാണ് ആ സ്ഥലം.